Watch full episodes on Jio Hotstar. മോട്ടോ ഇവിടെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ഭൂതമുണ്ട്, പ്രേതമുണ്ട്. പ്രേതത്തെ കണ്ട് പേടിച്ചു പോയോ നിങ്ങള്? എന്നാ നോക്കിയേ, ഞങ്ങൾ പ്രേതമൊന്നും അല്ല, മനുഷ്യരാണ്. ഇതൊരു ഹാലോവീൻ പാർട്ടിയാണ്, ഹാലോവീൻ നൈറ്റ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്, പേടിത്തൊണ്ടന്മാര്. ഇങ്ങനെ പെട്ടെന്ന് ഭൂതത്തിനെ പോലെ മുമ്പിൽ വന്നു നിന്നാ ആരാണെങ്കിലും തന്നെ പേടിച്ചു പോകൂലേ? നിങ്ങളാണെങ്കിലും പേടിക്കും. കാണിച്ചതാ. ജർമ്മനിയിലുള്ളവരൊക്കെ ധൈര്യശാലികളാണ്. ഒന്നും കണ്ട് ഞങ്ങൾ പേടിക്കാനില്ല. നമ്മൾക്ക് അവരാരാന്ന് കാണിച്ചു കൊടുക്കണം. അവർക്ക് പേടി എന്താന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും എന്റെ അടുത്ത് വരൂ, ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള പടിയല്ലേ. അടിക്കാം, വരൂ. ഇങ്ങനെ തല്ലുന്നത്? ഇനിങ്ങനെ ഭയപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ, കൊന്നു കളയും. നമ്മളെ കാണാൻ ശരിക്കുള്ള പ്രേതത്തിനെ പോലെ അല്ലാത്തവരെ ആരും നമ്മളെ കണ്ട് പേടിക്കാൻ പോകുന്നില്ല. ഡോക്ടർ ചക്ക, എന്തെങ്കിലും ഒരു ഉപകരണം വെച്ച് ഞങ്ങളെ പറപ്പിക്കാൻ പറ്റുമോ? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, അതൊക്കെ പറ്റുമെന്നേ. കണ്ടില്ല, അങ്ങോട്ട് നോക്കൂ. നമ്മളെ കുറച്ചു മുമ്പ് പേടിപ്പിച്ചില്ലേ? അവരാണാ പോകുന്നത്. വരൂ, നമുക്കിപ്പൊ ചെന്ന് അവരെ പേടിപ്പിക്കാം. വരൂ. നിങ്ങളെല്ലാവരെയും ഞാൻ വിഴുങ്ങാൻ പോവുകയാണ്. ഇതാ വരുന്നു ശരിക്കുള്ള ഭൂതാവ്. നിങ്ങളെല്ലാവരും പേടിച്ചതല്ലേ? ഇതിപ്പോ എന്ത് കളിയാണോ? ഞങ്ങളെല്ലാവരും പേടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് ചെയ്തത്. നിങ്ങളെല്ലാരും ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയായിരുന്നു. നിങ്ങളെല്ലാരും ഇവിടെ കുടുക്കിയിട്ട് ഞങ്ങൾക്ക് അത് കണ്ട് രസിക്കണമെന്ന്. കളിപ്പിക്കാന്നോ? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? അതായത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന മാസ്ക് ധരിച്ച് ഞങ്ങൾ ഇവിടെ മോഷണം നടത്തും, എന്നിട്ട് നിങ്ങൾ ഇവിടെ പിടിക്കപ്പെടും. അതെ, നിങ്ങള്. പക്ഷേ അവരെന്തിനാ ഞങ്ങളെ പിടിക്കുന്നത്? കാരണം നിങ്ങൾ എവിടേക്കാണോ ഞങ്ങളായിട്ട് അടിച്ചത് അവിടെ എല്ലാം തന്നെ നിങ്ങളുടെ മാസ്ക് രജിസ്റ്റർ ആയിട്ടുണ്ടാവുന്നേ. റോഡുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന CCTV ക്യാമറാസിലെല്ലാം നിങ്ങളുടെ ഫേസ് പതിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ പോലീസ് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ മാസ്കിന്റെ പിന്നിൽ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നേ. അതിനുശേഷം അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ബൈ ബൈ. Stop in the name of law. തോക്കെ പുറത്തേക്ക് വന്നേ, വന്ന് ഫയർ ചെയ്യേ. Come on, quick.
എന്ത് ചെയ്യും? നമ്മൾ ഇവരുടെ കയ്യിൽ നന്നായിട്ട് പെട്ടിരിക്കുക. സത്യമായിട്ട് നിങ്ങള് വളരെ മോശമായിട്ട് പെട്ടിരിക്കുക. ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. But you don't worry, ഇത് ഞങ്ങളുടെ വീടാണ്. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പിന്നീട് പോകാമല്ലോ. അത് ശരി. അപ്പൊ നിങ്ങളും ആരെയോ പേടിപ്പിക്കാൻ വേണ്ടി പോയതാണല്ലേ? ഇന്നത്തെ ദിവസം എല്ലാരും ഇങ്ങനെ കാണിക്കുള്ളൂ. അതുകൊണ്ട് ആരും ആരെയും കണ്ട് പേടിക്കത്തില്ലെന്നേ. അല്ല, നിങ്ങളുടെ വീടെന്താ ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത്? അല്ല, ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ നല്ല വെളിച്ചം ഉണ്ടാവേണ്ട ദിവസമല്ലേ? പത്തലു, ഇവര് നല്ലവരാണെന്നാ തോന്നുന്നത്. വരൂ, ഇവരുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹാലോയിൻ ആഘോഷിക്കാം. കണ്ടില്ലേ, ഇപ്പൊ നിങ്ങളുടെ വീട് കാണാൻ എന്ത് രസമുണ്ട്. ചേട്ടാ, എന്റെ ചക്കയുണ്ട് ബ്രോ. പക്ഷേ ഈ ഫോട്ടോ ആരുടേതാണ്? ആ കാണുന്നതല്ല ഞങ്ങളുടെ ഫോട്ടോസ് ആണെന്നേ. ഓക്കെ, നിങ്ങൾ എല്ലാവരും അവരവരുടെ മാസ്ക് കഴിക്കൂ. വീടിനകത്തുള്ള എന്തിനാ മാസ്ക് ഒക്കെ ഇടുന്നത്? ഇല്ല ഇല്ല, ഇന്നത്തെ രാത്രി മുഴുവനും ഞങ്ങൾ ഈ മാസ്ക് ധരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അതാണ് ഞങ്ങൾ ചെയ്യാറ്. നാളെ ഞങ്ങൾ മാസ്ക് ഊരിക്കളയും. പുറത്താരോ ബസ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അതില് കുഞ്ഞുങ്ങളുണ്ട്. ഹൈജാക്ക് ചെയ്ത് വേറെ ആരുമല്ല. നിങ്ങളുടെ മാസ്ക് ഇട്ടോണ്ട് പോയ 4 പേരാണ്, അല്ലാതെ വേറെ ആരുമല്ല. വേഗം വരൂ. കിഡ്നാപ്പിംഗ് ചെയ്യുന്നത് അവരും കുടുങ്ങുന്നത് നമ്മളും ആണോ? ഞങ്ങളൊക്കെ പറന്നു പോയിക്കോളാം. നിങ്ങളെല്ലാം പുറകിൽ ഓടി വരൂ. അവരെ രക്ഷിക്കണം. താൻ എങ്ങനെയാ ഇതിനകത്തേക്ക് വന്നത്? ഫുർഫുറി നഗരത്തിലുള്ളവരെ പറ്റിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ചിങ്കം സാറേ, ഇന്നാ എല്ലാവരെയും ഞാൻ കയ്യും കളവുമായി പിടിച്ചിട്ടുണ്ട്. വേഗം വേഗം പോലീസിനോട് വരാൻ പറ. മോട്ടോ, ആരാണ് ആ ബസ് ഓടിക്കുന്നത്? അത് ശരി, അതിനെ കുറിച്ച് ഞാൻ ഒട്ടും ചിന്തിച്ചില്ല കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. മോട്ടോ, എങ്ങനെയെങ്കിലും ആ ബസ് നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ആ ബസ് വീഴ്ന്നു പോവും. താങ്ക് യു അങ്കിൾ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വളരെ ധൈര്യവാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഈ ഗുണ്ടകളെ ഞങ്ങൾ കുറെ നാളായിട്ട് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു. അടിപൊളിയായി മോട്ടോ. നിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നീ ബസ്സിൽ രക്ഷിച്ചില്ലേ? അല്ല പത്തിലോ, ബസ് നിർത്തിയത് ഞാനല്ല. അതൊക്കെ എങ്ങനെയോ സംഭവിച്ചതാണ്. പക്ഷെ എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നില്ല. എനിക്കെങ്ങനെയാ അത്രയും ഉയരത്തിൽ പറക്കാൻ പറ്റിയത്? എങ്ങനെയെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ? അതല്ലേ നിന്റെ കയ്യില് ഡോക്ടർ ജട്ക തന്ന ഗാഡ്ജറ്റ് ഇല്ലേ? ചേട്ടാ, ചങ്കയുണ്ട് ബ്രോ. എന്ത് പറ്റി? എങ്ങനെ നിങ്ങളൊക്കെ പറന്നു വന്നു? വേഗം പറ. എന്റെ ഗാഡ്ജറ്റ് തുറക്കാനേ പറ്റുന്നില്ലല്ലോ. എന്റെ വലിയേട്ടാ, നിങ്ങൾ ഞങ്ങളെ പറത്തിയില്ലെങ്കിൽ പിന്നെ ആരാ ഞങ്ങളെ പറത്തിയത്? മാത്രമല്ല, ആ വലിയ ബസ്സിന് എനിക്കെങ്ങനെ നിർത്താൻ പറ്റി? നമുക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്? പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് വേഗം പറയൂ പ്ലീസ്. Friends, follow me. മോട്ടോ, നിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാനല്ല, ഇവര് തരും നിനക്ക്. എന്താ സംഭവിച്ചെന്ന് ദയവായിട്ടൊന്ന് പറയൂ. നടന്ന കാര്യങ്ങൾക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു സംബന്ധം ഉണ്ടോ? നടന്ന കാര്യങ്ങളും ഞങ്ങളുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. നിങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യരല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഹെൽപ്പ് നിങ്ങളെ ചെയ്തു എന്നുള്ള സത്യമാ. അല്ലല്ലല്ല, ഒട്ടുമല്ല. നിങ്ങളൊക്കെ ആദ്യം നിങ്ങളുടെ മാസ്ക് ഊരിക്കേ. നിങ്ങളൊക്കെ ആരാന്ന് ഞങ്ങക്ക് നിങ്ങളുടെ മുഖം കാണണ. അഴിക്കൂ അഴിക്കൂ.
പേടിക്കണ്ട ഞങ്ങള് നല്ല പ്രേതങ്ങളാ. ഞങ്ങള് ജീവനോടിരുന്ന കാലത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ പ്രേതമായി മാറിയത്. ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായി, എപ്പോ വരേക്കും കുറച്ച് നല്ല മനുഷ്യര് നിങ്ങളുടെ വീട്ടിൽ വന്ന് വെളിച്ചം തെളിക്കുന്നുണ്ടോ അത്രയും നാള് നിങ്ങൾ 3 പേരും അതേ വീട്ടിൽ ഒളിച്ചിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മൊത്തം പ്രകാശമാക്കി കളഞ്ഞു. നിങ്ങൾ എല്ലാരും ഞങ്ങൾക്കൊരു മുക്തി തന്നെ നേടിത്തന്നു. ഇപ്പൊ ഞങ്ങൾ എല്ലാരും സമാധാനത്തോടെ മടങ്ങുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.